2025 ആദ്യ മലയാള സിനിമ സൂപ്പർ ഹിറ്റായ ARMന് ശേഷം ടൊവിനോ തോമസ് നായകനാകുന്ന ചിത്രം. തെന്നിന്ത്യൻ സൂപ്പർ താരം തൃഷ നായിക. കോടികളുടെ നിർമ്മാണ ചെലവ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഫ്ലൈറ്റ് ഫൈറ്റ് രംഗം. ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇങ്ങനെ പലതുമാണ്. ആ കാത്തിരിപ്പ് വെറുതെ അല്ല എന്ന തോന്നലാണ് സിനിമയുടെ തിയേറ്ററിലെ പ്രകടനം കാണിക്കുന്നത്. പെൺകുട്ടികളെ പല രീതിയിൽ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പണം തട്ടുന്ന ഒരു സംഘം. അവരുടെ പിന്നാലെ സാഹചര്യവശാൽ പോകേണ്ടി വന്ന നായകൻ. അവിടെ അയാൾ കാണുന്നത് അതിലും വലിയ രീതിയിലുള്ള അഴിമതിയും തട്ടിപ്പുമാണ്. തുടർന്ന് അയാൾ നേരിടുന്ന പ്രതിസന്ധികളും അത് തരണം ചെയ്യുന്ന രീതിയുമാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. എന്നാൽ ഈ സിനിമയുടെ കഥാപരിസരവും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും അതിനെ പുതുമയോടെ അവതരിപ്പിക്കാനായി എന്നതാണ് ഐഡന്റിറ്റിയുടെ പ്രത്യേകത. കഥയെയും കഥാപരിസരത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ആദ്യ പകുതി. ഒട്ടും ലാഗില്ലാതെയാണ് സിനിമയുടെ സഞ്ചാരപാതം. മിക്ക സീനുകളിലും ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ഇതിൻ്റെ അണിയറക്കാർക്ക് ആയിട്ടുണ്ട്. ദുരൂഹമായൊരു കൊലപാതകത്തിന് സാക്ഷിയായി ആവുകയാണ് അലീഷ എന്ന് പറഞ്ഞാൽ തൃഷ. കേരള പോലീസും കർണാടക പോലീസുമൊക്കെ ഒരുപോലെ ഇൻവോൾവ്ഡ് ആയ കേസിൻ്റെ അന്വേഷണ ചുമതല SP അലൻ ജേക്കബിനാണ്. ഒരു അപകടത്തിന് ശേഷം വളരെ സങ്കീർണമായ ചില മെഡിക്കൽ അവസ്ഥകളിലൂടെയാണ് അലീഷ കടന്നു പോകുന്നത്. ഒരു ഘട്ടത്തിൽ അലൻ ജേക്കബ് കേസ് അന്വേഷണത്തിനായി സ്കെച്ച് ആർട്ടിസ്റ്റ് ഹരൺ ശങ്കറിൻ്റെ സഹായം തേടുന്നു. തുടർന്ന് ഹരണിൻ്റെ സഹായത്തോടെ അലീഷയും അലനും ചേർന്ന് പ്രതിയുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കി ദുരൂഹതകളുടെ ചുരുക്കളിക്കാൻ ശ്രമിക്കുന്നു. അഴിക്കും തോറും മുറുകുന്ന സങ്കീർണമായ കഥാസന്ദർഭങ്ങൾ, നിരവധി കഥകളും അതിനെ തുടർന്ന് വരുന്ന ഉപകഥകളും. പ്രധാന പ്ലോട്ടിനൊപ്പം സബ് പ്ലോട്ടുകളും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. ആരാണ് യഥാർത്ഥ കുറ്റവാളി? എന്തായിരുന്നു കൊലയാളിയുടെ യഥാർത്ഥ ലക്ഷ്യം? ആ ഒരൊറ്റ ചോദ്യത്തിൽ പെട്ട് പ്രേക്ഷകരും ഉഴരും. പ്രേക്ഷകർക്ക് അത്ര എളുപ്പത്തിൽ പ്രവചിച്ച് എടുക്കാവുന്ന കഥാഗതിയല്ല ചിത്രത്തിൻ്റെത്. ഒരു പസിൽ ഗെയിം പൂർത്തിയാക്കുന്ന പോലെ ക്ലൈമാക്സിൽ മാത്രമേ കഥയുടെ പൂർണ്ണമായ ചിത്രം പ്രേക്ഷകർക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്. കഥ പറച്ചിൽ തിരക്കഥാകൃത്തുകൾ പിന്തുടർന്ന ഈ സമീപനം തന്നെയാണ് സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാനാവാതെ പ്രേക്ഷകരെയും ചിത്രത്തിൽ ഹുക്ക് ചെയ്തിടുന്നത്. സംവിധായകരായ അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഹരണും അലീഷയ്ക്കുമല്ല അവരുടേതായ ജീവിത പശ്ചാത്തലങ്ങളും കഥകളും പറയാനുണ്ട്. അത് കഥാപാത്രങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. പ്രശ്നബാധിതമായൊരു കുട്ടിക്കാലമാണ് ഹരനെ മോൾഡ് ചെയ്യുന്നത്. സ്കെച്ച് ആർട്ടിസ്റ്റായ അമ്മയുടെ കഴിവ് അതേപോലെ കിട്ടിയിരിക്കുന്ന ഹരണിനെ കർക്കശ സ്വഭാവക്കാരനായ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വളർന്നതുമൂലമുള്ള ചില ഒബ്സസീവ് കണ്ടീഷനുകളും ഉണ്ട്. അല്പം നിഗൂഢതയുള്ള ഹരൺ എന്ന കഥാപാത്രത്തെ തികഞ്ഞ കൈയടക്കത്തോടെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്നത്. സംഘടന രംഗങ്ങളിലും ആക്ഷൻ സീക്വൻസുകളിലെല്ലാം തിളങ്ങുന്നുണ്ട് താരം. തൃഷ അവതരിപ്പിക്കുന്ന അലീഷ എന്ന കഥാപാത്രത്തിനും കഥാഗതിയിൽ വളരെ പ്രാധാന്യമുണ്ട്. ആ കഥാപാത്രത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. എന്നാൽ തൃഷയിലെ അഭിനേത്രിയെ ചലഞ്ച് ചെയ്യാൻ മാത്രം ഡെപ്ത് ആ കഥാപാത്രത്തിനില്ല എന്നത് വളരെ സങ്കടകരമായി നമുക്ക് തോന്നാം. കൂടാതെ ധാരാളം മെഡിക്കൽ സങ്കേതങ്ങളും ചിത്രം വിശദീകരിക്കുന്നുണ്ട്. സ്ലോ സ്പേസിൽ ആരംഭിക്കുന്ന ചിത്രം ആദ്യഘട്ടത്തിൽ പ്ലോട്ട് സെറ്റിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നീട് ഗിയർ മാറ്റി വേഗം കൂട്ടിപ്പോകുന്നു. എൻഗേജ്ഡ് ആയ ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കൂടിയാവുമ്പോൾ മികച്ചൊരു കാഴ്ചയുടെ അനുഭവമായി മാറുകയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൻ്റെ മേക്കിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാർ ചേസിങ്, പിന്നെ അതുകൂടാതെ ഫ്ലൈറ്റിനകത്തെ ആക്ഷൻ സീനുകൾ, എയർപോർട്ട് സീനുകൾ എന്നിവയെല്ലാം മികച്ച രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മലയാള സിനിമ ഇതുവരെ എഡിറ്റ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളിലും ചിത്രം മികവ് പുലർത്തുന്നുണ്ട്. അഖിൽ ജോർജാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹകൻ. ചമൻ ചാക്കോയാണ് എഡിറ്റർ. എക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം എടുത്തു പറയേണ്ടതാണ്. അവസാനത്തെ അരമണിക്കൂറോളം സമയം വിമാനത്തിനകത്താണ് സിനിമ. മലയാളം സിനിമ അത്രയൊന്നും കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത വിമാനവും എയർ ട്രാഫിക് കൺട്രോളും ഒക്കെ ബന്ധപ്പെട്ട് കടന്നു പോകുന്ന ആ അരമണിക്കൂർ ത്രില്ലടിപ്പിച്ച് ചെയ്യാൻ സംവിധായകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയാള പ്രേക്ഷകർക്ക് അത്ര പരിചിതമില്ലാത്ത രംഗങ്ങൾ ഈ അരമണിക്കൂറിൽ സംവിധായകരും എഴുത്തുകാരനും ഇരുവരും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ അരമണിക്കൂർ തന്നെയാണ് ഐഡന്റിറ്റിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കോയമ്പത്തൂർ, കൊച്ചി, പാലക്കാട്, ബാംഗ്ലൂർ തുടങ്ങി വ്യത്യസ്ത ഇടങ്ങളിലൂടെയാണ് കഥാഗതികൾ സഞ്ചരിക്കുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ശ്രീകൃഷ്ണ പരുന്ത് തുടങ്ങി
നിരവധി സിനിമകൾ നിർമ്മിച്ച രാഗം മൂവീസിൻ്റെ ബാനർ രാജു മല്യത്തും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബാനർ ഡോക്ടർ CJ റോയിയുമാണ് ഐഡൻറ്റിറ്റി സിനിമ നിർമ്മിച്ചിരിക്കുന്നത്.